മുനമ്പം വഖഫ് ഭൂമി തന്നെയാണെന്നും അവിടുത്തെ ജനങ്ങളുടെ രക്ഷ സർക്കാരിന്റെ ബാധ്യതയാണെന്നും മുസ്ലിം ലീഗ് MP E.T. മുഹമ്മദ് ബഷീർ. വിഷയത്തിലേക്ക് മുസ്ലിം ലീഗിനെ വലിച്ചിഴക്കേണ്ടെന്നും E.T. മുഹമ്മദ് ബഷീർ പറഞ്ഞു. മുനമ്പത്തെ ഭൂമി വഖഫിന്റേതല്ലെന്നാരും പറഞ്ഞിട്ടില്ല എന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി P.K. കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. ഇതോടെ മതേതര പാർട്ടി ചമഞ്ഞ ലീഗിന്റെ നിലപാടുകൾ കോൺഗ്രസിനും തിരിച്ചടിയായി. മുനമ്പം വിഷയത്തിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുകയാണ് E.T. മുഹമ്മദ് ബഷീർ. മുനമ്പം വഖഫ് ഭൂമി തന്നെയാണെന്നും മറിച്ചൊരു നിലപാട് മുസ്ലിം ലീഗിന് ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്നും E.T. മുഹമ്മദ് ബഷീർ വ്യക്തമാക്കി. മുനമ്പം വിഷയത്തിലേക്ക് മുസ്ലിം ലീഗിനെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല. മുനമ്പത്തെ ജനങ്ങളുടെ രക്ഷ സർക്കാരിന്റെ ബാധ്യതയാണെന്നും മുൻ മന്ത്രി കൂടിയായ E.T. മുഹമ്മദ് ബഷീർ പറഞ്ഞു. എൻ്റെ വാക്കുകൾ ഞങ്ങൾ പാർട്ടി എടുത്തു പോകുന്ന നിലപാടിനെ കുറിച്ചും അത് ഓരോ ഘട്ടത്തിൽ ഞാൻ വിശദീകരിച്ചല്ലോ. ആ കാര്യങ്ങളെപ്പറ്റി ലീഗിന് പറയാനുള്ള കാര്യമാണ്. മറ്റേ പ്രതിപക്ഷ നേതാവ് ആരായിരുന്നല്ല, പ്രതിപക്ഷ നേതാവെന്നല്ല, ഞങ്ങൾക്കുള്ള സമീപന രീതി ഇതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം മാത്രമല്ലെന്ന്, നമ്മൾ ആരാണോ ഞങ്ങളുടെ നിലപാടിതാണ്. അതല്ലാതെ ഞാൻ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള ഏറ്റുമുട്ടലിനല്ല നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ള വാക്കുകൾ ഒരു വളച്ചുവിട്ടുമില്ലാതെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് വിഷയം രമ്യമായി പരിഹരിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും മുനമ്പത്തെ ഭൂമി വഖഫിന്റേതല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ലെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി P.K. കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. സമൂഹത്തിലൊരു കോൺട്രവേഴ്സി വരാതിരിക്കാൻ വേണ്ടി പരസ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ കമ്മീഷൻ വെച്ചിരിക്കുകയല്ലേ, കമ്മീഷൻ വെച്ച് കമ്മീഷൻ തീരുമാനിക്കണം, കമ്മീഷനാണ് ഇനി തീരുമാനിക്കേണ്ടത്. അതിലിപ്പോൾ പരസ്യമായ ആണ് അല്ല എന്നുള്ള ഒരു തർക്കം അത് BJPക്കും അതുപോലെ തന്നെ തീർക്കാത്ത പ്രതിപക്ഷത്തിനോടൊപ്പം ചെയ്യുന്നത് അനാവശ്യമായ കോൺട്രവേഴ്സിയാണ് എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് ഉയർത്തിക്കാട്ടിയുള്ള കോൺഗ്രസിന്റെ പ്രചരണം പൊള്ളയായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുക കൂടിയാണ് ലീഗ് നേതാക്കളുടെ നിലപാട്. മുനമ്പം വഖഫ് ഭൂമിയാണെന്ന് മുസ്ലിം ലീഗ് ശക്തമായി വാദിക്കുമ്പോൾ കോൺഗ്രസ് ആർക്കൊപ്പം നിൽക്കുമെന്നതിൽ പ്രതിസന്ധിയുണ്ട്. ലീഗുമായുള്ള ധാരണകൾ കോൺഗ്രസ് മറന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിലെ തന്നെ വിലയിരുത്തൽ. ജനം, ഡൽഹി.